പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രാഥമികമായി വകുപ്പ് തലത്തിൽ ജലവിഭവ വകുപ്പ് ചർച്ച ചെയ്യുകയുണ്ടായി. നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വകുപ്പ് പരിശോധിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ അവർ ഉന്നയിക്കുന്നത് പുതുതായി ശ്രദ്ധയപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് പി ജോസഫ് സാർ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കേരളം എന്നും തയ്യാറാണ്. പക്ഷേ കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കണം. അപ്പോൾ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, അതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയം എന്ന നിലയിൽ സുപ്രീം കോടതിയെ ഇക്കാര്യങ്ങൾ വീണ്ടും ബോധ്യപ്പെടുത്തി കേരളത്തിൽ ഒരു മുല്ലപ്പെരിയാറിൽ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 സംസ്ഥാനത്തും പുതിയ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയും സർക്കാരും ഈ വിഷയം പ്രത്യേകം പരിശോധിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് വരികയാണ്. 19-ാം തീയതി പുതിയ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേകമായ പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാവും. ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. അപ്പോൾ വകുപ്പ് തലത്തിൽ പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വേണ്ടതുപോലെ സുപ്രീം കോടതിയിലേക്ക് മറുപടി കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ നമ്മൾ തൃപ്തികരമായി ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തൃപ്തികരമായി നിർവഹിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ നമ്മുടേതായ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വകുപ്പ് തലത്തിൽ ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിനോടകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2, വരും ദിവസങ്ങളിൽ മുല്ലപ്പെരിയാർ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയം പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുമുണ്ട്. 19-ന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് ചേരുന്ന യോഗത്തിൽ വെച്ച് വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഗവൺമെന്റ് സ്റ്റാൻഡ് എടുക്കുന്നതാണ്. മഴക്കാലമാകുമ്പോൾ സാധാരണ ഷട്ടർ തുറന്ന ശേഷം ഇടുക്കിയിലേക്ക് വെള്ളം തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ആ തുറന്നു വിടുന്ന വെള്ളം വൈഗ അണക്കെട്ടിലേക്ക് വേണം, തമിഴ്നാടിന് വേണം എന്നതാണ് കമ്പ MLA ആവശ്യപ്പെടുന്നത്. അത് പ്രായോഗികമാണ്. അല്ല, അങ്ങനെ ഇപ്പോൾ ഓരോ MLAയും പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു MLA ഒക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് പരിഹരിക്കാവുന്നൊരു വിഷയമല്ലോ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ കേരളത്തിനായാലും തമിഴ്നാടിനായാലും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക, സുപ്രീം കോടതിയുടെ തലത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കേരളത്തിൻ്റെ കാര്യമായാലും തമിഴ്നാടിൻ്റെ കാര്യമായാലും നിർവഹിക്കുക. ഇതാണിപ്പോൾ പ്രായോഗികമായി പറ്റുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന പുതിയ UDF സർക്കാർ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിയാലോചനയിലൂടെ കേരളം തീരുമാനിക്കേണ്ട വിഷയം. കേരളത്തിലും തമിഴ്നാട്ടിലും 2 ഗവൺമെന്റുകൾ പുതിയതായി അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ 2 സർക്കാരുകൾ തമ്മിൽ 2 മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു അഭിപ്രായ സമന്വയത്തിനുള്ള ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? കോടതിക്ക് വെളിയിൽ, ഔട്ട്സൈഡ് കോർട്ടാണ്. അങ്ങനൊരു സാധ്യതയുണ്ടോ എന്ന കാര്യം തീർച്ചയായിട്ടും ജനഹിതം മാനിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ കേരളത്തിലെ UDF സർക്കാർ പരിശോധിക്കും. 2 മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, 2 ജലവിഭവ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ 2 ഗവൺമെന്റുകൾ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത വന്നാൽ, ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി ധരിപ്പിക്കുന്നത് ഈ പ്രശ്നങ്ങൾ തൃപ്തികരമായി പരിഹരിക്കുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അങ്ങനൊരു കാര്യം കൂടി ജലവിഭവ വകുപ്പിന്റെയും സർക്കാരിന്റെയും പരിഗണനയിലുണ്ട്. ഓക്കെ, പദ്ധതിയാണ് ഇടുക്കി ആർച്ച് ഡാമിലുള്ള ഗ്ലേസർ ഷോ. അപ്പോൾ താങ്കൾ ഇടുക്കിയിൽ വന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ടോ പദ്ധതി നടപ്പാവുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പരിഗണനയിൽ വന്നിട്ടുണ്ടോ ആ ഗ്ലേസർ ഷോ പദ്ധതി? അല്ല, നിരവധി പ്രാവശ്യം ഉദ്ഘാടനം ചെയ്താണെങ്കിൽ പിന്നെ നടക്കാത്തത് എന്താണ്? അതെനിക്കറിയത്തില്ല. ഞങ്ങളുടെ പരിഗണന, ഞങ്ങളുടെ ശ്രദ്ധ വന്നിട്ടില്ല. ഇവിടുന്ന് എന്താണെന്നുള്ളത് പരിശോധിക്കാം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയായിരിക്കും നിലപാട്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ സർക്കാർ ഒരു ഭരണ തുടർച്ചയാണ്. അപ്പോൾ ഭരണമാറ്റമുണ്ട്, ഭരണമാറ്റത്തിലുള്ള നിലപാടുകളിൽ മാറ്റമുണ്ട്. ജനക്ഷേമ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും തുടരും. എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കാം. താങ്ക് യു.
ഈ പ്രവർത്തനം വളരെ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ താങ്കൾ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മുന്നേറ്റങ്ങൾ? ഈ തവണയെങ്കിലും വീടുകളിൽ വെള്ളം എത്തിക്കാൻ പറ്റുമോ? ജലജീവൻ മിഷന്റെ കാര്യങ്ങൾ പ്രാഥമികമായി പുതിയ ഗവൺമെന്റ് വന്ന ശേഷം ഞങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചു. വലിയ പ്രതിസന്ധിയിലാണ് ജലജീവൻ മിഷൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത് 2 വർഷം കൂടി ഇപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിലയിരുത്തിയപ്പോൾ ഭൂരിഭാഗം കാര്യങ്ങളും നടന്നിട്ടില്ല. ആകെ നടന്നിരിക്കുന്നത് കുറേ പൈപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറേ പൈപ്പുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്, കുറേ പൈപ്പുകൾ റോഡ് സൈഡിലുണ്ട്. ഇതുകൊണ്ട് വെള്ളം എത്തിയില്ല. വെള്ളം എത്താൻ കഴിയണമെങ്കിൽ അതിന് അനുബന്ധമായ ബാക്കി കാര്യങ്ങൾ കൂടി നടക്കണമായിരുന്നു. അത് ഈ പൈപ്പ് എടുക്കലും റോഡെല്ലാം വെട്ടിപ്പൊളിച്ച് റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അത് റീസ്റ്റോർ ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ല. പൈപ്പുകൾ എടുത്തു, പൈപ്പ് കുഴിച്ചിട്ടു, കുറേ പൈപ്പ് കരയ്ക്കും വന്നു. കരയ്ക്കിടുന്ന പൈപ്പ് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പ് വെള്ളം കിട്ടാത്തതുകൊണ്ടും റോഡ് മുറിച്ചുകൊണ്ടും അതിനും പരാതിയാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് വെള്ളം കൊടുക്കാൻ കഴിയണമെങ്കിൽ വളരെ ശ്രമകരമായ ജോലിയാണ്. അതിൻ്റെ അനുബന്ധമായ ബാക്കി കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും പരാതിയാണ്. MLA-മാരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുഴുവൻ പരാതിയുടെ പ്രളയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ പ്രളയ ദുരന്തം പോലെയാണ് ജലജീവൻ മിഷനിൽ ഇപ്പോൾ പരാതിയുടെ ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് മാജിക്ക് പോലെ പരിഹരിക്കാവുന്ന അവസ്ഥയല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുകയാണ്. ജലജീവൻ മിഷൻ പദ്ധതി നമുക്ക് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലും ഇത് ഇനിയുള്ള സമയബന്ധിതമായി പൂർത്തിയാക്കണം. അപ്പോൾ 2 വർഷത്തെ സമയമുണ്ട്. ആ 2 വർഷ പീരീഡിനുള്ളിൽ കുടിവെള്ളം എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമം ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ ജലജീവൻ മിഷന്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ഞങ്ങൾ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ്. ഈ വിഷയം സ്റ്റേറ്റ് ഒട്ടാകെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക് യു. മലങ്കര ടൂറിസം പദ്ധതി ബഹുമാന്യനായ ശ്രീ PG ജോസഫ് സാർ അടക്കം വളരെ ശ്രദ്ധേയമായ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതാണ്. മലങ്കര ടൂറിസം പ്രോജക്റ്റ് എങ്ങനെ, അതിന് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളും, തുടർന്ന് നമുക്ക് എങ്ങനെയാണ് നടപ്പാക്കാൻ പറ്റുന്നത്, ഇതിന്റെ സാധ്യത എന്താണ്, ഇക്കാര്യങ്ങൾ ഗവൺമെന്റ് വിശദമായി പരിശോധിക്കുന്നതായിരിക്കും.